ഡോക്ടർ സജയ്, താങ്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്ന് പറയാൻ ആവും. ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം വസ്തുതകളാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നു എന്നാണ് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ആരാണ് ഉത്തരവാദി? ആരാണ് ഈ രംഗത്തെ ചികിത്സിക്കേണ്ടത്? എന്തുകൊണ്ട് ആരും മുൻകൈ എടുക്കുന്നില്ല? നമുക്കറിയാം, നേരത്തെയും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതുപോലെ ചർച്ചകളും നടന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. എന്താണ് പ്രശ്നം? ഫണ്ടിൻ്റെ അപര്യാപ്തതയാണോ, അഭാവമാണോ പ്രധാന പ്രശ്നം? നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ കേമന്മാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ മതിയായ ചികിത്സ കൊടുക്കാൻ സംവിധാനങ്ങൾ ഇല്ല. ആ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഡോക്ടർ ഹാരിസ് ഇതൊക്കെ തുറന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹത്തെ ക്രൂശിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനൊരു പരിഹാരം കാണുകയല്ലേ വേണ്ടത്? ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് നമ്മുടെ ഡിബേറ്റിൻ്റെ ഒരു ഹെഡിങ് തന്നെ എടുത്തു പറയുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെന്റിലേറ്ററിലാണെന്നുള്ള അഭിപ്രായം KGMCTക്ക് ഇല്ലെന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ സ്പഷ്ടമാക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആതുരമാണ്, രോഗാതുരമാണ്. രോഗം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദപ്പെടുത്താവുന്ന രോഗങ്ങളാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴുള്ളത്. ഇവിടെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വിഷയം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ അപര്യാപ്തത കേരളത്തിൽ പൊതുവെ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ കിട്ടുന്ന ഫണ്ട് കൃത്യസമയത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വരുന്ന ഭരണ സംവിധാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട്. അവിടുത്തെ നമുക്കറിയാം, ഇത് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അനുദിനം ഉണ്ടാകുന്നൊരു മേഖലയാണ്. പക്ഷേ ആരോഗ്യ മേഖലയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം പ്രവർത്തിക്കുന്നതും മറ്റ് ഏതൊരു സർക്കാർ ഓഫീസിലെയും പോലെ തന്നെയാണ്. ഒരു ഡോക്ടർക്ക് ഒരു സ്റ്റെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഡോക്ടർ അതുകൊണ്ട് പോയി അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഓഫീസിലാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കുന്നത്. ആ ഓഫീസിലിരിക്കുന്ന ക്ലർക്ക് അത് പരിശോധിച്ചിട്ട് അടുത്ത ജൂനിയർ സൂപ്രണ്ട് ലെവലിലോട്ട് പോകും, സീനിയർ സൂപ്രണ്ട് ലെവലിൽ പോകും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ ലെവലിൽ പോകും, പ്രിൻസിപ്പൽ കാണും. വീണ്ടും അത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ചെല്ലും. അവിടെ ഇരിക്കുന്ന സെക്ഷൻ ക്ലർക്കായിരിക്കും ആദ്യം ഇത് വീണ്ടും കാണും. അവിടെ വീണ്ടും ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അത് വീണ്ടും സെക്രട്ടേറിയറ്റിൽ പോകും. അങ്ങനെ മറ്റ് മേഖലകളിൽ നടത്തുന്നത് അതേപോലെയുള്ള ചുവപ്പ് നാടകളിലൂടെയും ഫയലുകളിലൂടെയും കയറി ഇറങ്ങുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതിൽ വലിയൊരു കുഴപ്പമുണ്ടാണ്. അത് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജ് അധ്യാപകരെ നമ്മൾ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാര്യം ഇവർ 3 അതോറിറ്റികളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ സമയം 3 അതോറിറ്റികളെ ഇവർക്ക് തൃപ്തിപ്പെടുത്തേണ്ടതായിട്ട് വരും. ഒന്ന്, തീർച്ചയായും അവർ PSC അപ്പോയിൻ്റ് ചെയ്ത കേരള സർക്കാരിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ്. അപ്പോൾ സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ച് ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കി രോഗികളെ ചികിത്സിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷേ അവർ മെഡിക്കൽ അധ്യാപകരാണ്. അവരെ നിരീക്ഷിക്കാനായിട്ട് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനമായ NMC ഉണ്ട്. NMCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മെഡിക്കൽ അധ്യാപകർ അവരുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തി കുട്ടികളെ പഠിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ പ്രാഥമിക ഉദ്ദേശം കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം ചികിത്സിക്കുക എന്നുള്ളതാണ്. അതായത് വാഴ നനയുമ്പോൾ ചീര കൂടി വളരുമെന്ന് പറയുന്ന സംവിധാനത്തിലായിരിക്കണം അവിടുത്തെ ചികിത്സ പോകുന്നത്. ഇതുകൂടാതെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷകളും മറ്റു കാര്യങ്ങളും ഇതെല്ലാം നടത്തണം. അങ്ങനെ ഈ 3 ഭാഗത്തുനിന്നും ഉള്ള അതോറിറ്റികളുടെ തൃപ്തിക്കനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 1961 വന്ന സ്റ്റാഫ് പാറ്റേൺ വളരെയൊന്നും പരിഷ്കരിക്കാത്ത രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ പാറ്റേണിൽ കുറച്ച് വ്യത്യാസം വന്നത് ഈ അടുത്തിടക്കായിട്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയപ്പോൾ കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും വർദ്ധിച്ചു വരുന്ന ജനബാഹുല്യത്തെ നേരിടാൻ പറ്റിയ രീതിയിൽ അവരുടെ തൃപ്തിക്കനുസരിച്ച് ജനത്തിൻ്റെ എക്സ്പെക്റ്റേഷനും കൂടി മാറി. ജനം പഴയ ജനമല്ല. ജനങ്ങൾക്കറിയാം ഈ ലോകത്ത് എന്തൊക്കെ രീതിയിലുള്ള ചികിത്സകളുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നും പറയാം. അപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന അത്രയും പ്രതീക്ഷയോട് കൂടിയാണ്. അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് അവരുടെ തൃപ്തിക്കനുസരിച്ച് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫ് വേണം.
ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ അത് കുറച്ചുകൂടി മറ്റ് സർക്കാർ ഓഫീസിൽ നിന്നും മാറിയിട്ട് കുറച്ചുകൂടി നൂതനമായൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ പോകും. ഡോക്ടർമാരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇത്രയും സ്ട്രെസ്ഫുൾ ആകുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യത്തിൽ ചെയ്യേണ്ട ഇപ്പോൾ ഈ ഡോക്ടർമാർ പോയി കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ വരണം. സീനിയേഴ്സ് 62 വയസ്സാകുമ്പോൾ റിട്ടയർ ആകും, പുതിയ ആൾക്കാർ വരണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പറ്റുന്ന ജൂനിയർ ഡോക്ടർമാർ ഇതിലേക്ക് വരാതിരിക്കുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ തുടർച്ച ഒരുപക്ഷെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ല പേയും മറ്റു കാര്യങ്ങളും കൊടുത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പേ റിവിഷനിലുള്ള അപാകതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാറും. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ അടിമുടി പരിഷ്കരിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ വിശ്വാസം. ഡോക്ടർ സജി, ഈ തിരുവനന്തപുരത്തെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന് ഡോക്ടർ ഹാരിസ് മന്ത്രിയുടെ ഓഫീസിൽ വരെ അറിയിച്ചതാണ്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് അത് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ വിഷയം അതിൻ്റെ ഗൗരവത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങനെ തുറന്ന് പറഞ്ഞത് വലിയൊരു ഒരു 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 തെറ്റായിട്ട്, ഒരു വലിയൊരു തെറ്റായിട്ടാണ് ഇപ്പോൾ അതിനെ കാണുന്നത്. ഇനി അതേക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ സമിതിയെ വെച്ചിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം നോക്കൂ, ഈ കമ്മിറ്റിക്ക് മുന്നിൽ തന്നെ ആരിസ് ഒഴിച്ച് ബാക്കിയുള്ള വകുപ്പ് മേധാവികൾ ഒക്കെ, അതായത് അവർ ഒരു തുറന്നു പറച്ചിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ സർക്കാരിൻ്റെ ആ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അവരുടെ ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും തുറന്നു പറയാനുള്ളൊരു ആർജവം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ എന്നുള്ളതാണ്. നോക്കൂ, ഇദ്ദേഹം CPM സഹയാത്രികനാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് മറ്റ് പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തലിലേക്ക് പോയത്. അപ്പോൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഗൗരവത്തോടെ, അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഒരു ഡോക്ടറെ അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് ശരിയാണോ? അതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് ശരിയല്ല. പക്ഷേ അതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എല്ലാ HODമാരും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ച പോലെ പ്രതികരിക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഒരു സ്വഭാവ രീതി കൂടി ഉണ്ടാകുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം, ഇപ്പം മന്ത്രിയുടെ ഓഫീസിൽ PSP അവിടെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഈ മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പർച്ചേസ് നടക്കത്തില്ല. വീണ്ടും പ്രോസസ്സ് ഇത് തന്നെയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോളേജിലെ ഓഫീസിലേക്ക് വിളിച്ചു പറയുകയാണ് ഈ പറഞ്ഞ ഫയൽ നീക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഫയൽ ഈ രീതിയിൽ കൂടെ നീങ്ങത്തുള്ളൂ. ഇപ്പം ഇത്രയും ആളുകൾ കയറി ഇറങ്ങിയാലും ഫയൽ സെക്രട്ടറി ഡോക്ടർ സജി അവിടെയല്ലേ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്? സംവിധാനത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഈ പറയുന്ന പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംവിധാനത്തിന് മാറ്റം വരുത്തി പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. അത് നടപ്പാക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ സർക്കാരിൻ്റെ നയത്തിൽ മാറ്റം വരുത്തിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തിൽ കാതലായ മാറ്റം വരുത്തിയാലേ ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ സർവീസിലുള്ള ചട്ടവും റൂളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ KGMCT എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ സംഘടന ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുക.